ഓക്കെ, നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് വെർട്ടിക്കൽ പോളറൈസേഷനെ കുറിച്ചാണ്. വെർട്ടിക്കൽ പോളറൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് മീഡിയം ഉണ്ട്, മീഡിയം 1ഉം മീഡിയം 2, റൈറ്റ്. ഈ മീഡിയം 1ലും മീഡിയം 2വിലോട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്, ഞാൻ എക്സ് ഡയറക്ഷനിലുള്ള ഒരു ബൗണ്ടറി ഞാൻ അസ്യൂം ചെയ്യുന്നു. ഈ എക്സ് ഡയറക്ഷനിലുള്ള ഈ ബൗണ്ടറിയിലോട്ട് ഒരു പ്ലെയിൻ വേവ് വന്ന് ആ പ്ലെയിനിലോട്ട് മീൻസ് വന്ന് വീഴുമ്പം, ഇൻസിഡൻ്റ് ആകുമ്പം, ആ വരുന്ന വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പാരലൽ ആകുമ്പം അതിന് പറയുന്ന പേരാണ് പാരലൽ പോളറൈസേഷൻ. നോക്കിക്കേ, ആ ഫിഗറിനകത്ത് നമുക്കറിയാൻ പറ്റും ഇ ഐ ആൻഡ് എച്ച് ടി, ഇ ഐ ആൻഡ് എച്ച് ഐ, ഇ ഐയും എച്ച് ഐയും കാണിക്കുന്നത് ഒരു ഇൻസിഡൻറ്റ് ഫീൽഡിൻ്റെ, ഒരു ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. ഈ വേവ് വന്ന് എന്താണ്, പ്ലെയിനിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്നു വിത്ത് ആൻ ആംഗിൾ തീറ്റ ഐ. തീറ്റ ഐ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ എന്താണ്, നിങ്ങളുടെ ഒരു പ്ലെയിനിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്നു. ആ പ്ലെയിനിനെ നിങ്ങൾ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ എന്ന് പറയും. ഈ ബൗണ്ടറി ഓഫ് സെപ്പറേഷനെ വന്ന് മുട്ടുന്നത് വിത്ത് ആൻ ആംഗിൾ തീറ്റ ഐ ആണ്, ഇസഡ് ഡയറക്ഷനിൽ അത് വന്ന് മുട്ടുന്നു. മുട്ടുമ്പോഴത്തേക്കും അത് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഐ ആണ്. തീറ്റ ഐയിൽ വന്ന് തീറ്റ ഐ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ വന്ന് അത് ഇൻസിഡൻ്റ് ആയി കഴിയുന്നു. വൈ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇൻസിഡൻ്റ് ആവുന്നത്. ഇൻസിഡൻ്റ് ആയതിനു ശേഷം എ പാർട്ട് ഓഫ് ദ വേവ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക്, തിരിച്ചു വരുന്നു. റിഫ്ലക്റ്റഡ് ബാക്ക് വരുമ്പോൾ ആ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ തീറ്റ ആർ എന്നും, ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇ ആർ എന്നും, മാഗ്നറ്റിക് ഫീൽഡിനെ എച്ച് ആർ എന്നും പറഞ്ഞു. എ പാർട്ട് ഓഫ് ദ റിമൈനിങ് പോർഷൻ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദ സെക്കൻഡ് മീഡിയം, രണ്ടാമത്തെ മീഡിയത്തിലോട്ട് ബാക്കി കടന്നു പോകുന്നുണ്ട്. ബാക്കി കടന്നു പോകുമ്പം മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ ടി. തീറ്റ ടി ആണ് എന്താണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ഫോം ചെയ്യുന്ന ആംഗിൾ. ഇനിയും ട്രാൻസ്മിറ്റ് ചെയ്ത വേവിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇ ടി എന്നും, മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ എച്ച് ടി എന്നും പറഞ്ഞു. ഈ എ എൻ ടി കാണിക്കുന്നത് അതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. നോക്കിക്കേ, ഇനി ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ഐയുടെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അതിനകത്തുള്ള ഇക്വേഷൻ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയും, കാരണം ഡയറക്ഷൻസ് മാറുന്നതുകൊണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പാരലൽ പ്രൊപ്പഗേഷൻ, പെർപെൻഡിക്കുലർ പ്രൊപ്പഗേഷനകത്ത് നമുക്ക് എന്തോ ഉണ്ടായിരുന്നു, ഇ ഐയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആ ഇ ഐയുടെ എക്സ്പ്രഷനാണ് ഇവിടെ നമ്മൾ എച്ച് ഐക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഇ ഐ ഡിവൈഡഡ് ബൈ ഈറ്റ 1 ഇൻറ്റു ഇ റേസ് ടു ജെ ബീറ്റ ഐ എക്സ് സൈൻ തീറ്റ ഐ പ്ലസ് ഇസഡ് കോസ് തീറ്റ ഐ. നേരത്തെ ഈ എക്സ്പ്രഷൻ നമ്മൾ മുമ്പേ പറഞ്ഞ ഡെറിവേഷനകത്ത് ഇ ഐക്കകത്തായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് എച്ച് ഐ ആയിട്ട് മാറി. നേരത്തെ എച്ച് ഐയിൽ യൂസ് ചെയ്ത ഇക്വേഷനാണ് ഇവിടെ ഇ ഐ യൂസ് ചെയ്യുന്നത്. അതായത് ഇ ഐ ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു കോസ് തീറ്റ ഐ മൈനസ് സൈൻ തീറ്റ ഐ. എ എക്സും എ ഇസഡ് ഡിനോട്ട് ചെയ്യുന്ന അവരുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനെയാണ്. ഇൻറ്റു ജെ റേസ് ടു ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഐ എക്സ് സൈൻ തീറ്റ ഐ പ്ലസ് ഇസഡ് കോസ് തീറ്റ ഐ. അതുപോലെ റിഫ്ലക്റ്റഡ് വേവിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഈ എച്ച് ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഇ ആർ, കാരണം റിഫ്ലക്റ്റ് ചെയ്ത വേവ് ആയതുകൊണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നു. therefore minus ER divided by eta 1 e raised to minus j beta I x sin theta r minus z cos theta r. ERൻ്റെ എക്സ്പ്രഷൻ ER cos theta r plus sin theta r, AXും AZ കൊണ്ട് അത് ഡയറക്ഷനെ കാണിക്കുന്നു, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഐ എക്സ് സൈൻ തീറ്റ ആർ മൈനസ് ഇസഡ് കോസ് തീറ്റ ആർ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത വേവിനെ ഇ ടി ഈസ് ഈക്വൽ ടു ഇ ടി കോസ് തീറ്റ ടി എ എക്സ് മൈനസ് സൈൻ തീറ്റ ടി എ ഇസഡ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ 2 എക്സ് സൈൻ തീറ്റ പ്ലസ് ഇസഡ് കോസ് തീറ്റ ടി. എച്ച് ടിയുടെ എക്സ്പ്രഷൻ എച്ച് ടി ഈസ് ഈക്വൽ ടു ഇ ടി ഡിവൈഡഡ് ബൈ ഈറ്റ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ 2 എക്സ് സൈൻ തീറ്റ ടി പ്ലസ് ഇസഡ് കോസ് തീറ്റ ടി. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ എക്സ്പ്രഷൻ തന്നെയാണ്, കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. നേരത്തെ പഠിച്ച നേരത്തെ ഡെറിവേഷനകത്തുള്ള ഇ ടിയുടെ വാല്യൂ അല്ല ഇവിടെ എച്ച് ടിയിലോട്ട് മാറും, നേരത്തെ എച്ച് ടിയുടെ വാല്യൂ അല്ല ഇവിടെ ഇ ടിയിലോട്ട് മാറും, പിന്നെ ചെറിയ സൈൻ്റെ വ്യത്യാസം, അത്രയേ ഉള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ നേരത്തെ പോലെ തന്നെ എച്ച് ഐ പ്ലസ് എച്ച് ആർ ഇസ് ഈക്വൽ ടു എച്ച് ടിയും ഇ ഐ പ്ലസ് ഇ ആർ ഇസ് ഈക്വൽ ടു ഇ ടിയും. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സ്പ്രഷനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? എച്ച് ഐ പ്ലസ് എച്ച് ആർ ഇസ് ഈക്വൽ ടു എച്ച് ടി ഉണ്ട്. എച്ച് ഐക്ക് പകരം ഇ ഐ ബൈ ഈറ്റ 1 കൊടുത്തു, എച്ച് ആറിന് പകരം മൈനസ് ഇ ആർ ബൈ ഈറ്റ 1 കൊടുത്തു. ഇനി എച്ച് ടിക്ക് പകരം ഇ ടി ഡിവൈഡഡ് ബൈ ഇ ടി ഇൻട്രിൻസിക് ഇംപെഡൻസ് ഈറ്റ 2 കൊടുത്തു, റൈറ്റ്. ഇനി ഇവിടെ ഒരു മൈനസ് സൈൻ ഇ ആറിന് വന്ന് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഈ ഇക്വേഷനിലോട്ട് നമ്മൾ നേരത്തെ 3 വാല്യൂസും കൊടുക്കുക. പക്ഷേ 3 വാല്യൂസും കൊടുക്കുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നേരത്തെ പോലെ ഇസഡ് കമ്പണൻറ്റ് 0 ആകും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് സോൾവ് ചെയ്ത് വരും. സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇ ഐയുടെ എക്സ്പ്രഷൻ ഇ ഐ കോസ് തീറ്റ ഐ ഇ റേസ് ടു മൈനസ് ജെ 1
എക്സ് സൈൻ തീറ്റ ഐയും ഇ ആർ ഈസ് ഈക്വൽ ടു ഇ ആർ കോസ് തീറ്റ ആർ ഇ റേസ് ടു ജെ ബീറ്റ ഐ എക്സ് സൈൻ തീറ്റ ആറും ഇ ടി ഈസ് ഈക്വൽ ടു ഇ ടി കോസ് തീറ്റ ടി ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടു എക്സ് സൈൻ തീറ്റ ടിയും വരും. ഇനി ഇ ഐ പ്ലസ് ഇ ആർ ഈസ് ഈക്വൽ ടു ഇ ടി കൊടുക്കുകയാണ്. ഇ ഐയുടെയും ഇ ആറിൻ്റെയും ഇ ടിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. മൂന്നും കൂടെ നോക്കിയിട്ട് അതിനകത്തുനിന്ന് റിയൽ പാർട്ടുകൾ മാത്രം എടുക്കും. അതായത് ഇ റേസ് ടു ജെ എന്ന് പറയുന്ന ടേംസിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് റിയൽ പാർട്ട് എടുക്കുമ്പം ഇ ഐ കോസ് തീറ്റ ഐ പ്ലസ് ഇ ആർ കോസ് തീറ്റ ആർ ഈസ് ഈക്വൽ ടു ഇ ടി സൈൻ തീറ്റ ടി എന്ന് കിട്ടും. ഇനി ഇവൻ തീറ്റ ഐ ഈസ് ഈക്വൽ ടു തീറ്റ ആർ, നേരത്തെ ഡെറിവേഷൻ അതേ സ്റ്റെപ്പ് വരുമ്പം എന്താണ് ഇ ഐ പ്ലസ് ഇ ആർ കോസ് തീറ്റ ഐ ഈസ് ഈക്വൽ ടു ഇ ടി കോസ് തീറ്റ ടി എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇക്വേഷൻ 1/η1 ഇൻറ്റു ഇ ഐ മൈനസ് ഇ ആർ ഇസ് ഈക്വൽ ടു ഇ ടി ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് ഇംപെഡൻസ് η2. ഇനി നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇക്വേഷനുണ്ട്, ഡിയും ഇയും. ഡിയെ നമ്മൾ ഡിവൈഡിങ് വിത്ത് η1 ആൻഡ് എന്താ അടുത്ത ഇക്വേഷൻ ഇ അപ്ലൈയിങ് വിത്ത് കോസ് തീറ്റ ടി, കോസ് തീറ്റ ഐ വെച്ചാണ് ഇ എ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോസ് തീറ്റ ഐ വെച്ചാണ് ഇ എ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിയും ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് ഇ ഐ കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ η1 പ്ലസ് ഇ ആർ കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ η1 ഇസ് ഈക്വൽ ടു ഇ ടി കോസ് തീറ്റ ടി ഡിവൈഡഡ് ബൈ η1 വരും. അതുപോലെ ഇ ഐ കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ η1 മൈനസ് ഇ ആർ കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ η1 ഇസ് ഈക്വൽ ടു ഇ ടി കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ η2 എന്ന് വരും. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യണം. രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടെ ആഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇ ടി ഇസ് ഈക്വൽ ടു ഒരു ടേം കിട്ടും. അപ്പോൾ ഇ ടി ഡിവൈഡഡ് ബൈ ഇ ഐ എന്ന് പറയണമെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന ഇ ഐയെ ഇ ടിയുടെ താഴെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇ ടി ഡിവൈഡഡ് ബൈ ഇ ഐ ഇസ് ഈക്വൽ ടു 2 തീറ്റ കോസ് തീറ്റ ഐ η2 ഡിവൈഡഡ് ബൈ η2 കോസ് തീറ്റ ടി പ്ലസ് η ഐ കോസ് തീറ്റ ഐ എന്ന് വരും. ഇതുപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ. അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ ഇതുപോലെ സോൾവ് ചെയ്തെടുക്കുമ്പം നമുക്ക് ഡെറിവേഷൻ അത്രയും ലെങ്തി ആയതുകൊണ്ട് നമ്മൾ കാണാൻ പഠിക്കുക. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു η2 കോസ് തീറ്റ ടി മൈനസ് η ഐ കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ എളുപ്പമാണ് η2 കോസ് തീറ്റ ടി പ്ലസ് ആക്കുന്നു പ്ലസ് η കോസ് തീറ്റ. ഇതാണ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ്. അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റെ എക്സ്പ്രഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ പെർപെൻഡിക്കുലർ പാരലൽ പോളറൈസേഷൻ്റെ പാരലൽ പോളറൈസേഷനകത്തുള്ള റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റെയും ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റെയും ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്തത് നേരത്തെ പറഞ്ഞിട്ടുള്ള ബ്രൂസ്റ്റേഡ്സ് ആംഗിളിലോട്ട് പോവുകയാണ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതൊന്നും കൂടെ കുറച്ചുകൂടി ലാബിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് പഠിച്ചാലും മതി. ഇനി റിഫ്ലക്ഷൻ ഇല്ല എങ്കിൽ ഇഫ് ദർ ഈസ് നോ റിഫ്ലക്ഷൻ, നമ്മുടെ ഇക്വേഷൻ η2 കോസ് തീറ്റ ടി മൈനസ് η ഐ കോസ് തീറ്റ ഐ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു ടൈം 0 ആവണമെങ്കിൽ ന്യൂമറേറ്ററിന് ഞാൻ ഇക്വൽ ടു 0 കൊടുത്തു. ന്യൂമറേറ്ററിന് ഇക്വൽ ടു 0 വരുമ്പോഴത്തേക്കും η2 കോസ് തീറ്റ ടി മൈനസ് η ഐ കോസ് തീറ്റ ഐ ഈസ് ഈക്വൽ ടു 0. therefore η2 കോസ് തീറ്റ ടി ഈസ് ഈക്വൽ ടു η1 കോസ് തീറ്റ ഐ. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ പറയുന്നത് സൈൻ തീറ്റ ടി ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഐ ഈസ് ഈക്വൽ ടു η2 ഡിവൈഡഡ് ബൈ η1 ആണ്. therefore sin theta t is equal to η2 divided by η1 into sin theta i. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ടി ഈസ് ഈക്വൽ ടു η2 ഡിവൈഡഡ് ബൈ η1 സൈൻ സ്ക്വയർ തീറ്റ ഐ. സൈൻ സ്ക്വയർ തീറ്റ ടിക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ടി ഈസ് ഈക്വൽ ടു η2 സ്ക്വയർ ഡിവൈഡഡ് ബൈ η1 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഐ. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ടി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കോസ് സ്ക്വയർ തീറ്റ ടിയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും കൊണ്ടുപോകുന്നു, സൈൻ സ്ക്വയർ തീറ്റ ഐയെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തും കൊണ്ടുവരുന്നു. അപ്പോൾ 1 മൈനസ് η2 സ്ക്വയർ ഡിവൈഡഡ് ബൈ η1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഐ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ ടി. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ടി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോഴത്തേക്കും കോസ് തീറ്റ ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് η2 സ്ക്വയർ ഡിവൈഡഡ് ബൈ η1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഐ. പക്ഷേ സൈൻ സ്ക്വയർ തീറ്റ ഐയുടെ എക്സ്പ്രഷൻ ഇത് കാണാൻ പഠിക്കണം. 1 മൈനസ് μ2 എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ μ1 എപ്സിലോൺ 1 ഡിവൈഡഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഈ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വരും, നമുക്ക് കോസ് തീറ്റ ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാൻ തീറ്റ ബി, തീറ്റ ഐ തന്നെയാണ് തീറ്റ ബി ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ ഈ സൈൻ തീറ്റ സ്ക്വയർ ഐ അതിനകത്തോട്ട് കൊടുത്തിട്ട് അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ് തീറ്റ ടിയുടെ വാല്യൂ ആണ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ടാൻ തീറ്റ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 1 വിച്ച് ഈസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1
വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ബി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് n2 ഡിവൈഡഡ് ബൈ n1 അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് അബ്സല്യൂട്ട് 2 ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് 1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കോസ് തീറ്റ ടി വരെ നമ്മൾ പറയുന്നുണ്ട്, സൈൻ സ്ക്വയർ തീറ്റ ഐയും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സൈൻ സ്ക്വയർ തീറ്റ ഐക്കകത്ത് എന്താ തീറ്റ ഐയുടെ വാല്യൂ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബ്രൂസ്റ്റഡ് ആംഗിളായിട്ട് തീറ്റ ബി ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ തീറ്റ ബി ആയിട്ട് കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ ബിയും കിട്ടും, നമുക്ക് കോസ് സ്ക്വയർ തീറ്റ ബിയും ഇക്വേഷനിൽ നിന്ന് കിട്ടും. അതിനകത്തു നിന്നാണ് നമ്മൾ ടാൻ തീറ്റ ബി ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പോൾ ഡെറിവേഷൻ കുറേ കൂടി ലെങ്തി ആവുന്നുണ്ട്. കുറേ കൂടി ലെങ്തി ആവുന്നതുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്ത് ഇത്രയും ആക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പഠിക്കാം. അതല്ലാതെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്ന വീഡിയോയ്ക്കകത്ത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ബ്രൂസ്റ്റഡ് ആംഗിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് വേണമെങ്കിലും പഠിച്ചാൽ മതി. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ പറയുന്നത് ഇറ്റ് ഈസ് എൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ എൻറ്റയർ എന്താണ് റിഫ്ലക്റ്റഡ് വേവ് ഈസ് ഫോൺ ടു ബി പോളറൈസ്ഡ്. ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒരു വേവ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന വേവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. അതാണ് ആ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ തേർഡ് മൊഡ്യൂൾ തീരുകയാണ്. അപ്പോൾ നിങ്ങളുടെ സീരീസിന് സെക്കൻഡ് സീരീസിനുള്ളത് സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളുമാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ നോട്ട് എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇനി എന്താ, നോട്ടിൻ്റെ പ്രശ്നമാണോ എന്താണെന്നുള്ളത് എന്നെ അറിയിക്കണം. അതനുസരിച്ച് ഞാൻ ഡേറ്റ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.